സാമ്പത്തിക മാന്ദ്യം ദുബായിൽ വരെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ഓസ്ട്രേലിയയിൽ ബാധിച്ചിട്ടില്ല. ദൈവത്തിന്റെ സ്വന്തം നാട് കേരളമാണെങ്കിലും ദൈവം പോലും വിരുന്നു പോകുന്നത് ഓസ്ട്രേലിയയിലാണ്. പിന്നെ ഓസ്ട്രേലിയയിൽ ചെന്ന ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കോളേജിൽ നിർബന്ധമായും അറ്റൻഡൻസ് കൊടുത്തിരിക്കണം. ബാക്കിയുള്ള 5 ദിവസം നമുക്ക് അവിടെ വർക്ക് ചെയ്യാം. ലീഗലി നമുക്ക് ആഴ്ചയിൽ 20 hours മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. പിന്നെ ഇവിടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഓസ്ബെറ്റൻ യൂണിവേഴ്സിറ്റി. ഇവിടെ നിന്ന് വെറും 15 കിലോമീറ്റർ അകലെയാണ് ഓസ്ട്രേലിയയുടെ ഹൃദയഭാഗമായ സിഡ്നി സ്ഥിതി ചെയ്യുന്നത്. സിഡ്നി ലോകത്തിന്റെ സ്വർഗം. അവിടെ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അവിടെ പിടിച്ചു നിൽക്കുന്നതും പണം ഉണ്ടാക്കുന്നതും ഓരോരുത്തരുടെ കഴിവ് പോലെ ഇരിക്കും. ഓക്കെ. ആർക്കെങ്കിലും എനിമോർ ഡൗട്ട്? ആദി, ഞാനിത് മാച്ചോട്ടെ. ഇനി ഏതെങ്കിലും രാജ്യത്തിന് മാപ്പ് വരയ്ക്കാനുണ്ടോ? ഇല്ല. ആന്റണിച്ചൻ വന്നാൽ ഇതുപോലെ ബ്ലാക്ക് ബോർഡ് കിട്ടിയെന്ന് വരില്ല. വേണമെങ്കിൽ ഞാൻ ഇവർക്ക് ഒരു കങ്കാരുണ്ട് പടം വരച്ചു കൊടുക്കും. ഓ വേണ്ട, അവര് ഓസ്ട്രേലിയ വെറുത്തു. നിങ്ങളുടെ മാറിയെന്ന്. അപ്പോ എല്ലാം പറഞ്ഞു പോലെ ഓസ്ട്രേലിയ പോയി നമുക്ക് അടിച്ച് പൊളിക്കണം. ഷെറിന്റെ കാശ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നാളെ കിട്ടിയില്ലെങ്കിൽ വിസ മറ്റാർക്കെങ്കിലും കൊടുക്കുവേ. അയ്യോ ആദ്യട്ടാ, അത് ഞാൻ ഉടനെ എത്തിച്ചോളാം. എത്തിച്ചാ നിനക്ക് കൊള്ളാം. പിതാമര കുഞ്ഞുടനെ പുഴയെ കൊണ്ട് കുളിപ്പിക്കും. പുഴയല്ല മോനെ, കൊള്ളാം. കുളത്തിലല്ലടാ, പുഴയില്. ഞാൻ ആനെ കുളിപ്പിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ആദിയുടെ കാര്യമാ. ആ വരവ് കണ്ടാലറിയാം. വരവാ എല്ലാം കൊള്ളാവും. അയ്യോ, അതെ, കങ്കാരികൾ പോവാൻ പറ്റാ. എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഞാനും എന്റെ അപ്പനാ. ഇതാണ് ഇത്ര വലിയ കാര്യം. ഇതൊക്കെ അവർക്ക് അറിയാവുന്ന. എനിക്കൊരു അപ്പന്റെ സ്ഥാനത്ത് ചില ഗൗരവമുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അതിന് അപ്പുറത്തെ കാര്യം ഞാൻ പറഞ്ഞു. ഞാനൊന്നും പറയില്ല. വന്നു വെറുതെ വെളുത്തുന്ന സൂര്യനെ കറപ്പിക്കില്ലട്ടാ. അല്ല, ഞാൻ നിന്റെ അപ്പനല്ല, നീ എന്റെ അപ്പനോ? അത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് ചോദിക്കാം. താക്കോലിക്കന്നെ പന്തയത്തിൽ തോറ്റ പിള്ളേരെ പോലെ മോന്തേ പേർപ്പിച്ചിരിക്കണ്ടില്ലേ? പ്രായപൂർത്തിയാകാത്തൊരാ. വണ്ടി നിർത്താൻ. അതാരാടാ ബൈക്കിൽ വരുന്നവര്? അപ്പാ കണ്ടിട്ട് കൊട്ടേഷൻ എന്നാ തോന്നുന്നു. നിർത്താൻ. നീ എന്തായാലും വണ്ടി സൈഡാക്ക്. എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുക്കാം. ഒതുക്ക്. ആരെയാ വേണ്ടേ? അപ്പാ നിന്നെയാ. പോയി വാങ്ങിച്ചിട്ട് പോരെ. എനിക്ക് പറ്റില്ല. എന്താ പേടിയുണ്ടാ? പേടിയൊന്നുമല്ല. ഇവന്മാരെ തള്ളിക്കഴിഞ്ഞാ വല്ല പെറ്റിക്കേസ് ഉണ്ടാക്കഞ്ഞാ എനിക്ക് ഓസ്ട്രേലിയ പോകാൻ പറ്റില്ല. എന്താ? എന്റെ പൊന്നപ്പനല്ലേ, ചെന്ന് മേടിക്കപ്പാ. ഒരു ഫാമിലി സബ്ജക്റ്റ് ആയിട്ട് മുന്നോട്ട് പോവാന്ന് വെച്ചാ ഇവന്മാരിട്ട് സമ്മതിക്കില്ല. എവിടെന്നെങ്കിലും ആയിട്ട് കേറി വരും. എന്നാ ഞാനങ്ങോട്ട് മോശം കളിക്കാതെ പോവാ. ഞങ്ങൾക്ക് അവനെ കാണേണ്ടത്. എന്നെ കണ്ടാലും പോരെ, അവന്റെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കണത്. അതുകൊണ്ട് കൂടുതൽ സംസാരിച്ച് നിൽക്കാതെ നിങ്ങൾ വന്ന കാര്യത്തിലേക്ക് കടക്കാം. ഞങ്ങൾ അവന് കൊടുത്തോളാം. അത് കളിക്കപ്പാ. എന്റെ പൊന്ന് ചങ്ങാതെ, എനിക്ക് ഓസ്ട്രേലിയ പോകണ്ട. ഒന്ന് പോയേ അപ്പാ. താങ്ക് യു അപ്പാ. എനിക്ക് ഓസ്ട്രേലിയ പോകേണ്ടതാ. ഓസ്ട്രേലിയ ഒക്കെ പറപ്പിക്കും ഞാൻ. അപ്പതേ ഒരു മുടിയൻ. ഹലോ, ഞാൻ കുടിക്കണ കഞ്ഞിയിൽ എന്തിന് കല്ലിട്ടളക്കണ് കൊച്ചേട്ട. കയ്യിലിരിക്കണ കല്ലമ്പരിപ്പ് ഈ കല്ലത്തിൽ വേവൂല്ല.
അപ്പൊ തട്ടി പോവോ? ഞാൻ കുടിക്കണ കഞ്ഞിയില്ലെന്തിന് കൈയിട്ടലക്കണ് കൊച്ചേട്ട, കയ്യിലിരിക്കണ കല്ലം പരിപ്പ് ഈ കലത്തില് വേവൂല, ഈ കലത്തില് വേവൂല. അപ്പൊ പാട്ട് മാറ്റിപ്പിടി. ഏത് പാട്ട്? അമ്മ വളച്ച പാട്ട്. തൊട്ടുമരമ്പത്ത് കൊക്കിരിക്കും പോലെ കാത്തിരിക്കണ്ടെന്റെ കൊച്ചേട്ട, കാത്തിരിക്കണ്ടെന്റെ കൊച്ചേട്ട. അപ്പൊ ഒരു കൊച്ചേട്ടൻ. നായിലിരുന്നരി കൊള്ളൂല, ചക്ക വലുപ്പം തുളക്കില്ല. അയ്യോ അപ്പൊ മുടിയൻ. ഞാനുള്ളു മൂത്താല് പാമ്പാവോ, ഞാനുള്ളു മൂത്താല് പാമ്പാവോ. കാക്ക കറുത്തത് നേരാണോ എന്ന കാണും കറുപ്പൊക്കെ കാക്കാവോ. മെലിമെലിന്തിന് കുമ്മയം പൂശണ് വേല ഇറക്കല്ല കൊച്ചേട്ട. വേല ഇറക്കല്ല കൊച്ചേട്ട. എന്താ നീ ഇവിടെ? എന്റെ ആദ്യട്ടാ എന്റെ വിസയുടെ കാശ് അണ്ണന്റെ കൂട്ടുകാർ നിങ്ങൾക്ക് കൊണ്ട് തരാൻ വന്നതാ. അപ്പോഴാ അങ്ങനെ നാടൻ പാട്ട് നാടൻ തല്ലി. നിർത്ത്, ഒന്ന് നിർത്താൻ. അവരെനിക്ക് വിസയുടെ കാശ് തരാൻ വന്നവരാണ്. വേദന വല്ലതും? അതെ, ഈ വെട്ടളം കുത്തലൊക്കെ തന്നെ നമ്മുടെയും പരിപാടി. പക്ഷേ ആദിയുടെ കൂടെ ഇങ്ങനെ ഒരു ഗുണ്ടയുള്ള കാര്യം ഇവൻ പറഞ്ഞില്ല. ഇത് ഗുണ്ടല്ല, എന്റെ അപ്പനാ. ആദ്യേട്ടന്റെ അപ്പനാണത്. ആ ഗുണ്ടപ്പൻ. അപ്പനെ നേരിട്ട് കണ്ട എന്തായാലും നന്നായി. ഇനി ഒരിക്കലും അപ്പനെ മറക്കില്ല. എന്തായാലും വിസയുടെ കാശ് അപ്പന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. കാശാ? ഉത്തരവാദിത്തമുള്ള അപ്പനല്ലേ. നാളെ ആദിയോടൊപ്പം എന്റെ അനിയനും ഓസ്ട്രേലിയക്ക് പോകും. അവൻ അവിടെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടായ നാളെ നേരിട്ട് കാണാനും സംസാരിക്കാനും ആദിയുടെ അപ്പനല്ലേ നാട്ടിലുണ്ടാവൂ. അതുകൊണ്ട് കാശ് അപ്പന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. 4 ലക്ഷം തികച്ചുണ്ട്. എന്റെ കൃഷ്ണ, എന്നാലും ഇതൊരു വല്ലാത്ത അബദ്ധമായി പോയി എന്റെ മോനെ. ഇവിടുന്ന് എന്ത് പറഞ്ഞിറങ്ങിയ ആളാ, അവസാനം അവരുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങി വന്നിരിക്കുന്നു. ആ അമ്മ അപ്പനെ കളിയാക്കല്ലേ. ഏതൊരു അപ്പനൊരു അബദ്ധമൊക്കെ പറ്റില്ലേ? അതാടാ, എനിക്ക് ഒറ്റ അബദ്ധം പറ്റിയിട്ടുള്ളൂ. ഇനി പറ്റില്ല. നീ ഓസ്ട്രേലിയക്കോ ഉഗാണ്ടയ്ക്കോ കുന്നംകുളത്തേക്കോ എവിടെ വേണമെങ്കിലും പോയിക്കോ. ഓസ്ട്രേലിയയിലേക്ക് ഞാൻ പൊക്കോളാം. അപ്പന്റെ ഒരു അപ്പിയറൻസ് വെച്ചിട്ട് ഉഗാണ്ട അപ്പനായിരിക്കും നല്ലത്. ആയിക്കോട്ടെ, നീ നിന്റെ അമ്മയ്ക്കും കൂടെ ഒരു വിസ സംഘടിപ്പിച്ചിട്ട് കൂടെ കൊണ്ടുപോടാ. അയ്യേ, കൊത്തി കൊത്തി തലയിൽ മുടി അവിടെയും കേറി. നീ ഭാഗ്യവാനാടാ. നിന്റെ ലവ് മാരേജ് ആയാലും അറേഞ്ച്ഡ് മാരേജ് ആയാലും നിനക്ക് കിട്ടാൻ പോണ പെണ്ണ് കറുത്തതാ. ഇനി അതില് കുട്ടികൾ ഉണ്ടായാലും അതും കറുത്തതായിരിക്കും. കറുത്തിട്ടാണെങ്കിലും ജനിക്കുകയാണെങ്കിൽ നിന്നെ പോലെ ജനിക്കണം. നമ്മളെ പോലുള്ള കർമ്മമാരുടെ വിഷമ ഞാൻ പറയണേ. വല്ലതും മനസ്സിലാവണ്ടോന്ന്? അതെ, നീ അങ്ങോട്ട് ചെല്ല്. നീ സംസാരിച്ച എല്ലാ പരിഭവവും മാറും. ഏയ്, ഇതങ്ങനെ തീരുന്ന പരിഭവമൊന്നുമല്ല. അപ്പന്റെ മനസ്സ് മാറാൻ ഒരു പ്രാർത്ഥന തന്നെ വേണ്ടി വരും. എന്നാ നമ്മുടെ ഗണപതി കോവിലില് ഞാനൊരു വഴിപാട് കഴിക്കും. അത് മാത്രം പോരാ. നമ്മുടെ ഇടവകയിലെ വികാരിയച്ഛനെ വിളിച്ച് അപ്പന് മാനസാന്തരം ഉണ്ടാകാൻ ഒരു കൂട്ട പ്രാർത്ഥന തന്നെ വേണ്ടി വരും. നോക്കപ്പാ, അപ്പന്റെ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് മലർന്നു കിടക്കുന്നത്. ലക്ഷ്മിയ, നീ ഞാൻ വെളുക്കുന്ന ചേർത്തിട്ട് വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോക്കാരൻ പറഞ്ഞ മാതിരി നേരം വെളുത്താലും വെളുക്കില്ല. അപ്പന് വെള്ളം ഒടിച്ച് കഴിയുമ്പോഴാ ബോധം പറഞ്ഞത്. ആനോട് കാണിക്കണ ഒരു മര്യാദ. അപ്പന് മാനസാന്തരം വരാൻ ഇടവകയിലെ അച്ഛനെ വിളിച്ച കൂട്ടപ്രാർത്ഥന. പിന്നെ ഇവന്റെ തോന്നിയാസിന് ഇടവകയിലച്ച കൂട്ടിക്കല്ല. അച്ഛനല്ലെങ്കിൽ എന്താ, ചെറിയ അച്ഛനുണ്ടായിരുന്നില്ലേ? ചെറിയ അച്ഛനല്ലേ? 2 കുട്ടികളുടെ അച്ഛൻ.
ആന്റി ഞാൻ സോപ്പ് എടുക്കട്ടെ? പോത്തുകളെ ആരെങ്കിലും സോപ്പ് തേച്ച് കുളിപ്പിക്കാറുണ്ടോ മോളെ? അപ്പൊ നമ്മളെ പോത്തൊന്ന് വിളിക്കണു. അത് നിന്നല്ലടാ അന്യ. അപ്പൊ ഞാനാരാ? നീ പോത്തും കുഞ്ഞ്. തലയിൽ വെള്ളം ഒഴിക്കില്ലോട്ടോ, മുടിയില്ലാത്തതാ, വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങാൻ വേണ്ടി തന്നെയാ. അത് ശരി. എന്തായാലും വേണ്ടില്ല, കുറെ കള്ളും കോഴിയും കിട്ടിയപ്പോ നിന്റെ അച്ഛന്റെ പരിഭവം മാറിയല്ലോ. മാറി. ഇപ്പൊ നമ്മടെ മുട്ടല്ലേ അപ്പന്റെ വെളുത്ത മുട്ട. അതാണ് എന്റെ കർത്തപ്പൻ. പക്ഷേ ഓസ്ട്രേലിയയിൽ പോണ കാര്യം മാത്രം അമ്മയോടും മോനോടും അപ്പനും നോ യോജിക്കും. നടക്കില്ല. അപ്പോഴായാലും ഇപ്പോഴായാലും അപ്പൻ പിടില്ല. കെട്ടിപ്പിടിച്ചിരുന്നു.